അതിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പുണ്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങിയ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുക വിശ്വാസമാണ്. വിശ്വാസത്തിലൂടെയുള്ള അനുസരണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള വിശ്വാസമാണ് ഗബ്രിയേൽ ദൂതൻ്റെ സന്ദേശത്തോട് ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരിക്കുവാനായിട്ട് മറിയത്തെ പ്രേരിപ്പിച്ചത്. വിശ്വാസത്തിലൂടെയുള്ള മറിയത്തിൻ്റെ ഈ അനുസരണം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തെ അഭിവാദനം ചെയ്യുവാനായി എലിസബത്തിനെ പ്രേരിപ്പിച്ചതും മറിയത്തിൽ അവൾ കണ്ടെത്തിയ ഈ വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. മറിയത്തിൻ്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ അവൾ കടന്നുപോയപ്പോൾ ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് സാധിച്ചു. തൻ്റെ മകൻ്റെ മരണത്തിലും ഈ വിശ്വാസം മുറുകെ പിടിക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചു. കാരണം തന്നോട് പറയപ്പെട്ട വചനം പൂർത്തിയാക്കപ്പെടുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം മറിയത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടതും ഈ പുണ്യമാണ്. വിശ്വാസത്തിൽ അടിയുറച്ച ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മാമോദീസായിലൂടെ സഭയിൽ അംഗമായി തീർന്ന നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ വിശ്വാസത്തിലേക്കാണ്. ആ വിശ്വാസത്തിൽ അടിയുറച്ച ഒരു ജീവിതം നയിച്ചുകൊണ്ട് മറിയത്തെ പോലെ മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്കെപ്പോഴും ഈശോയുടെ സന്നിധിയിൽ ഒരു മധ്യസ്ഥയായിരിക്കും. വിശ്വാസത്തിലൂടെയുള്ള ഒരു ജീവിതം നയിച്ച അവൾ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയ ശക്തി നമുക്ക് ഓരോരുത്തർക്ക് നൽകും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസം എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹാ